നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ഇപ്പോൾ തെരഞ്ഞെടുപ്പൊക്കെ അടുത്തതോടുകൂടി തന്നെയാകാം. ഇപ്പോൾ എല്ലാവർക്കും അങ്ങ് ശബരിമല മതി. കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടു, നമ്മുടെ സംസ്ഥാന സർക്കാർ അവിടെ ഒരു ആഗോള അയ്യപ്പ സംഗമം നടത്തിയിട്ടുണ്ടായിരുന്നു. അത് എത്രത്തോളം വിജയകരമായി എത്രത്തോളം പരാജയമായി എന്നതിനെ കുറിച്ച് അവിടെ ചർച്ചകൾ നടക്കുകയാണ്. ഇപ്പോൾ ഇതാ അതിന് ബദലായിട്ട് തന്നെ ഇപ്പോൾ ഹൈന്ദവ സംഘടനകൾ ഇന്ന് അവിടെ പന്തളത്ത് ഇത്തരത്തിലൊരു ആഗോള അയ്യപ്പ സംഗമം അവിടെ നടത്തുന്നുണ്ട്. അതിന് നമ്മുടെ തമിഴ്നാട് BJP അധ്യക്ഷനായിട്ടുള്ള അണ്ണാമലയ്ക്കാണ് വരുന്നത്. ഏതായാലും ഇതൊരു സർക്കാരിന് ഒരു വെല്ലുവിളിയാകും. കാരണം സർക്കാർ ഇപ്പോൾ ഇത് ഉറ്റുനോക്കുകയാണ്. കാരണം നമ്മുടെ പരിപാടി കഴിഞ്ഞിട്ട് ഒരു ദിവസം കഴിയുമ്പോഴാണ് വീണ്ടും അവിടെ ഒരു പരിപാടി നടക്കുന്നത്. അത് നമ്മളെക്കാൾ അപ്പുറം കടക്കുമോ എന്നുള്ളതാണ് ഇപ്പോൾ സർക്കാരും അതുപോലെ തന്നെ നമ്മുടെ സഖാക്കളൊക്കെ തന്നെ ഉറ്റുനോക്കുന്നത്. ഏതായാലും ശബരിമല സംരക്ഷണ സംഗമമാണ് അവിടെ നടക്കുന്നതെങ്കിലും കൃഷ്ണേന്ദു പറഞ്ഞതുപോലെ ആഗോള സംഗമം അതാണ്. ഇത് രണ്ട് തരത്തിലാണ്. ഒന്ന്, മർദ്ദിച്ചവരുടെ സംഗമമായിരുന്നു തലേ ദിവസം നടന്നത്. ഇന്ന് മർദ്ദനമേറ്റവരുടെ സംഗമമാണ്. അവിടെയാണ് നമ്മൾ ചിന്തിക്കേണ്ടിയിരിക്കുന്നത്. ഒന്ന് മർദ്ദിച്ചവർ എന്തിനു മർദ്ദിച്ചു, ഒന്ന് മർദ്ദനമേറ്റവർ, മർദ്ദനം കൈക്കൊണ്ടവർ അത് എന്തിനു മർദ്ദനം കൈക്കൊണ്ടു. ഇത് രണ്ടും ശബരിമല സാക്ഷാൽ ശ്രീ അയ്യപ്പ സ്വാമിക്ക് വേണ്ടിയിട്ടാണ്. അതായത് സ്വാമിക്ക് അയ്യപ്പ സ്വാമിയുടെ സന്നിധിയിലേക്ക് മാളികപ്പുറത്ത് അമ്മയ്ക്ക് പോലും പ്രവേശനമില്ലാത്തയിടത്ത് ഒരുപക്ഷെ കുറച്ച് സ്ത്രീകളെ തിരികെ കയറ്റി അവിടെ ഒരു സുപ്രീം കോടതി വിധിയുടെ പേരിൽ വിധിയുടെ മേൽ അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു രീതിയിലൊക്കെ വലിയ നാടകങ്ങളൊക്കെ നടത്തി 2018. പക്ഷേ ഈ രണ്ടാം പിണറായി സർക്കാരിൻ്റെ അവസാന കാലഘട്ടം എത്തിയപ്പോഴേക്കും വീണ്ടും അതൊരു വിശ്വാസത്തിന്റെ പുറത്തല്ല, വീണ്ടും അതിനെയൊക്കെ മറികടന്നുകൊണ്ട് അല്ലെങ്കിൽ അത് സുപ്രീം കോടതി വിധിയെ മാത്രം അങ്ങോട്ട് ചമച്ചുകൊണ്ട് അല്ലെങ്കിൽ അതിലേക്ക് സുപ്രീം കോടതിയെ അങ്ങോട്ട് ഏൽപ്പിച്ചുകൊണ്ട് ഇത് ഞങ്ങളല്ലേ നടത്തിയത്, കോടതിയുടെ വിധി സർക്കാർ എന്നുള്ള രീതി ഞങ്ങൾക്ക് ചെയ്യേണ്ടതായിട്ട് വന്നേ, ഞങ്ങൾ ശരിക്കും സാക്ഷാൽ അയ്യപ്പ സ്വാമിയുടെ ഭക്തരാണേ എന്ന് പറഞ്ഞുകൊണ്ട് പിണറായി സർക്കാർ നടത്തിയ വലിയൊരു ആഗോള സംഗമം, അത് പിണറായി ആഗോള സംഗമം എന്ന് പേരിടേണ്ടിയിരിക്കുന്നു. സാക്ഷാൽ അയ്യപ്പന്റെ പേരിൽ നടത്തിയ സ്വാമി അയ്യപ്പൻ ആഗോള അയ്യപ്പ സംഗമം എന്നുള്ളതിൽ അയ്യപ്പനെ മാത്രം എനിക്ക് ആ ഫ്ലെക്സ് ബോർഡിൽ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. ഒരു വിശ്വാസം എനിക്ക് അവിടെ കാണാൻ കഴിഞ്ഞില്ല. ഒരുപക്ഷെ കറുപ്പ് വസ്ത്രമൊക്കെ അണിഞ്ഞു വന്നവരെ തൂത്തുവാരി എറിയാൻ സ്ക്വാഡുകളും ഈ പറഞ്ഞുള്ള ഒരു ബറ്റാലിയൻ പോലീസുകാരും 41 വാഹനങ്ങളും അകമ്പടിയോടെ ആ ഒരു പ്രൗഢിയോടെ രാജാവ് എത്തുമ്പോൾ അയ്യപ്പൻ പോലും ഒന്ന് പുച്ഛിച്ചിട്ടുണ്ടായിരിക്കും. അല്ലെ, പുലിപ്പുറത്തിരിക്കുന്ന അയ്യപ്പൻ പോലും ആ ലാളിത്യത്തിന്റെ രൂപം പോലും ഒരുപക്ഷെ എന്താഹേ കാണിക്കുന്നതെന്ന് ചിന്തിച്ചിട്ടുണ്ടായിരിക്കും. പക്ഷെ ഇന്നിപ്പോൾ നടക്കുന്നത് ശബരിമല സംരക്ഷണ സംഗമമാണ്. ഒരുപക്ഷെ അന്ന് ശബരിമല സംരക്ഷണ സമിതിയുമായൊക്കെ ബന്ധപ്പെട്ട അന്ന് സ്ത്രീ പ്രവേശനം തടയാൻ നിരവധി ഭക്തരാണ്, നിരവധി അമ്മമാരുടെ പ്രാർത്ഥനയും കാത്തിരിപ്പും അല്ലെങ്കിൽ നിരവധി പേരുടെ പേരിൽ ഇന്നും കേസ് നടക്കുന്നുണ്ട്. അപ്പോൾ ഇപ്പോൾ VD സതീശൻ ഉൾപ്പെടെയുള്ള BJP നേതൃത്വം ഉൾപ്പെടെയുള്ളവർ പറയുന്നു, എന്തുകൊണ്ട് നിങ്ങൾ ഇന്ന് ആഗോള അയ്യപ്പ സംഗമം നടത്തുന്നു, അത് തെറ്റായി എന്ന് തോന്നുന്നു, അതിൽ പങ്കെടുത്ത സ്ത്രീകൾ അല്ലെങ്കിൽ ശബരിമലയിലേക്ക് കുത്തി പ്രവേശിപ്പിച്ച സ്ത്രീകളെ പോലും നിങ്ങൾ പങ്കെടുപ്പിച്ചില്ല, ഇത് തികച്ചും തെറ്റാണെന്ന് ബോധ്യപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങൾ ആദ്യം ചെയ്യേണ്ടുന്നത് അന്ന് എത്ര പേരുടെ പേരിലാണ് നിങ്ങൾ കേസെടുത്തത് ആ കേസുകൾ അത്രയും പിൻവലിക്കുക, നിങ്ങൾ കൊടുത്ത സത്യപ്രതിജ്ഞ അല്ലെങ്കിൽ സത്യവാങ്മൂലം അത് നിങ്ങൾ മാറ്റി എഴുതുക. ഇതൊക്കെ നിങ്ങൾ ചെയ്തിട്ട് നിങ്ങൾ ഈ ആഗോള സംഗമം നടത്താൻ പറഞ്ഞിട്ട് അതിനെയൊക്കെ മൗനമായിട്ടിരിക്കുന്ന ശ്രീ പിണറായി വിജയനെയാണ് നമ്മൾ കണ്ടത്. എന്തായാലും ആഗോള അയ്യപ്പ സംഗമം 8 നില പൊട്ടിയെന്ന് തന്നെ പറയാം. ഇനി എത്ര ആണെന്ന് പറഞ്ഞാലും അത് പൊട്ടിയത് തന്നെയാണ്. കാരണം എല്ലാ മാധ്യമങ്ങളും അത് പുറത്തുവിട്ടു. മാത്രമല്ല ഇന്ന് ഞാൻ കണ്ടൊരു കാര്യമുണ്ട്, കൃഷ്ണേന്ദു കണ്ടോന്ന് പറഞ്ഞൂടാ, നിരവധി 10,000-കണക്കിന് ടാഗുകൾ, അതായത് അവർക്ക് കൊടുക്കേണ്ടുന്ന ടാഗുകൾ, അങ്ങനെയുള്ള നിരവധി കാര്യങ്ങൾ കച്ചട ഹരിതകർമ്മസേനയായിരിക്കും കൊണ്ടുപോകുന്ന രംഗങ്ങൾ ഇപ്പോൾ പ്രചരിച്ചു കൊണ്ടിരിക്കുകയാണ്. പക്ഷെ ഇന്ന് ശബരിമല സംരക്ഷണ സംഗമം ഇന്ന് ഒരു പക്ഷെ ലൈവായിട്ട് കാണുന്നവർക്കറിയാം, നിറഞ്ഞ സദസ്സാണ്. അവിടെ സ്വാമിയെ ശരണം അയ്യപ്പ എന്ന ഉള്ള വിളിയിൽ തുടങ്ങുന്ന ആ ഒരു സംഗമം ഒരു പക്ഷെ വിശ്വാസവും അതിന് വേണ്ടുന്ന വിശ്വാസത്തിന് അധിഷ്ഠിതമായിട്ട് അതിനേക്കാൾ അപ്പുറം സംരക്ഷിക്കേണ്ടുന്ന ചില കാര്യങ്ങളൊക്കെ തീർപ്പാക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു സംഗമമാണ്. ഇത് ഭക്ത സംഗമമാണ്. അത് ഒരു വിശ്വാസത്തിന് മേൽ വരേണ്ടുന്നൊരു ഭക്ത സംഗമമാണ്, അല്ലാതെ ആക്ടിവിസ്റ്റുകളുടെ സംഗമമല്ല വേണ്ടുന്നത്. അവിടെ ഭക്തരെ നമുക്ക് കാണാൻ കഴിയില്ല. അപ്പോൾ ശബരിമല സംരക്ഷണ
സംരക്ഷണവുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ശബരിമലയുടെ കൂടുതൽ വികസന പ്രവർത്തനവുമായിട്ട് ബന്ധപ്പെട്ട് അവിടെ ഏറ്റവും അധികം വേണ്ടുന്ന ഭക്തരെയാണ്. ഭക്തരില്ലാത്ത എന്ത് സംഗമമാണ് ഒരു ഹിന്ദു ക്ഷേത്രത്തിൽ നടത്തുന്നത്? അപ്പൊ ഇന്ന് ഇവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നത് ഒരു ഭക്തരുടെ സംഗമമാണ്. പ്രാർത്ഥനയോടുകൂടി കറുപ്പ് വസ്ത്രം അണിഞ്ഞ് വരണമെന്നാണ് സംഘാടക സമിതി പറഞ്ഞിരിക്കുന്നത്. നിരവധി പേർ കറുപ്പ് വസ്ത്രം അണിഞ്ഞ് ആയിരക്കണക്കിന് ആൾക്കാരാണ് ഇന്ന് അവിടെ സ്റ്റേജിൽ എത്തിയിരിക്കുന്നത്. അപ്പൊ നമുക്കതിൽ മനസ്സിലാവും ശരിക്കും ഇത് CPM കൊടുക്കുന്ന നല്ല ഒന്നാന്തരം മടിയാണ്. ഇത് ഒരുപക്ഷെ CPM നേതൃത്വം ഇതിനെ നന്നായിട്ട് വിലയിരുത്തുന്നുണ്ട്. ഇത് അമളി പറ്റിപ്പോയി എന്നുള്ളത് ഒരു ഈ ഇടയ്ക്കായിട്ട് പിണറായി വിജയൻ സംഘടിപ്പിക്കുന്ന പല കാര്യങ്ങളും പല ഇതും 8 നിലയിൽ പൊട്ടുന്നു എന്നുള്ളതാണ് അതിന്റെ യാഥാസ്ഥിതിക. ഒരുപക്ഷെ വേടനെ കൊണ്ടുവന്ന് കുറച്ച് ജനങ്ങളെയൊക്കെ കൊണ്ടുവന്ന് ഇപ്പൊ വേടം വന്നാൽ പോലും വേടനെ കൊണ്ടുവരാത്ത രീതിയിൽ അതും ഇത്തരത്തിലായിരിക്കുകയാണ്. ഏതായാലും അതും പലരും പറയുന്നുണ്ട് ആഗോള അയ്യപ്പ സംഗമത്തില് വേടൻ വരുന്നെന്നെങ്കിലും പറഞ്ഞേ കുറച്ച് പേര് വന്നേനെ. അവസാനം ഈ കസേരകളൊക്കെ തികയ്ക്കാൻ വേണ്ടി പെട്ട പാട് അങ്ങ് പമ്പാ നദിയുടെ തീരത്തും പമ്പയുടെ സമീപ പ്രദേശങ്ങളിൽ വാസിക്കുന്ന ചേച്ചിമാരെ വരെ കൊണ്ടുവന്ന് ഇരുത്തേണ്ടുന്ന അവസ്ഥ അവർക്കുണ്ടായി. തൊഴിലുറപ്പ് ചേച്ചിമാരെ ഒക്കെ കൊണ്ടുവന്ന് വിളിച്ച് പല ഉദ്യോഗസ്ഥര്, ദേവസ്വം ബോർഡ് ഉദ്യോഗസ്ഥർ, നിരവധി പേരെ, പോലീസുകാരെയൊക്കെ കൊണ്ടുവന്ന് ഇരുത്തിയാണ് ആ സംഗമം നടത്തിയത്. പക്ഷെ ഇന്ന് കണ്ടും കേട്ടും അറിഞ്ഞ ആയിരക്കണക്കിന് ഭക്തരാണ് ഇന്ന് ഒരു പക്ഷേ പന്തളത്ത് ഒത്തുചേർന്നിരിക്കുന്നത്. അണ്ണാമലൈ മുൻ BJP സംസ്ഥാന അധ്യക്ഷൻ, തമിഴ്നാട്ടിലെ മുൻ BJP സംസ്ഥാന അധ്യക്ഷൻ അണ്ണാമലൈ എത്തിച്ചേരുന്നു എന്നുള്ളതാണ്. അപ്പൊ അണ്ണാമലയുടെ കാര്യം പറയുമ്പോഴാണ് എനിക്ക് പെട്ടെന്ന് ഒരു കാര്യം ഓർമ്മ വരുന്നത്. DMK സർക്കാരുമായിട്ട് ഒരു വെല്ലുവിളിയൊക്കെ നടത്തിയിരുന്നു. അവര് താഴെ ഇറങ്ങാതെ ഇനി ചെരുപ്പിട്ടില്ല എന്നുള്ളത്. ഇനി ചെരുപ്പിട്ടുകൊണ്ടാണ് വരുന്നത് എന്നുള്ളതും കൂടെ നമ്മൾ നോക്കേണ്ടിയിരിക്കുന്നത്. കാരണം ചെരുപ്പിടാതെ തന്നെ വരണം അയ്യപ്പ സംഘം പോലെ. അതെ, തീർച്ചയായിട്ടും. ഏതായാലും കറുപ്പ് വസ്ത്രമൊക്കെ അണിഞ്ഞ് ഭക്തി നിർഭരമായിട്ടുള്ള ഒരു സദസ്സ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കെ ഒരു പക്ഷെ നമ്മുടെ ശശികല ടീച്ചറാണ് അല്ലെ, ശശികല ടീച്ചറാണെന്ന് തോന്നുന്നു അതിൻ്റെ അധ്യക്ഷ സ്ഥാനം വഹിക്കുന്നത്. എനിക്ക് തോന്നുന്നു അത് പ്രസംഗിച്ചപ്പോൾ തന്നെ പറഞ്ഞിരുന്നു ഇത് വളരെയധികം എനിക്ക് സന്തോഷമുളവാക്കുന്ന ഒരു സംഭവമാണ്. 2018 90-ലാണ് ആദ്യത്തെ ഹൈക്കോടതി വിധി വന്നതെങ്കിലും 2018 സുപ്രീം കോടതി വിധിയാണ് ഒരുപക്ഷെ ശബരിമല ഈ സ്ത്രീ പ്രവേശനവുമായി ബന്ധപ്പെട്ട ഒരു അടി കിട്ടിയത് വിശ്വാസികൾക്ക്. അപ്പോൾ 2018 ഒരുപക്ഷെ അറസ്റ്റ് ചെയ്യപ്പെട്ടവരിൽ ഒരുപക്ഷെ ടീച്ചറും പെടുന്നുണ്ടായിരുന്നു. കാരണം തീർത്തും ഒരു മാളികപ്പുറത്തമ്മയാണ്. അപ്പോൾ അവരില്ലാത്ത എന്ത് അധ്യക്ഷ സ്ഥാനം മറ്റാർക്ക് കൊടുക്കാനാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് ശരിക്കും ആ സംഗമത്തിന്റെ ഉദ്ഘാടനം ഇന്ന് നടത്തിയത്. ടീച്ചർ പ്രസംഗിക്കുന്നുണ്ട്, പ്രസംഗത്തിലൊക്കെ പറയുന്നുണ്ട് വളരെ സന്തോഷമുണ്ട്. കാരണം ഒരു കാലത്ത് അത്രയേറെ പ്രഹരമേൽക്കി ഇതിനു വേണ്ടി നിരവധി കാര്യങ്ങൾ ചെയ്യുകയും ചെയ്തു. ഇന്ന് ഈ ഒരു സംഗമം കാണുമ്പോൾ ക്യാമറയല്ല, നിങ്ങൾ കൃത്യമായിട്ട് ഞങ്ങളുടെ മുഖം നോക്കാതെ തിരിച്ച് വീഡിയോ മറിച്ചു പിടിക്കൂ, ഇതൊന്ന് കാണട്ടെ, ഇതാണ് വിശ്വാസം എന്നുള്ളത് ഊന്നി പറഞ്ഞു. ഒരു പക്ഷേ ഇത് ശരിക്കും പറഞ്ഞാൽ ഇന്ന് CPM തലക്കിട്ട് കൊട്ടിയ ഒരു വല്ലാത്തൊരു അടിയാണ്. കുനിഞ്ഞിരിക്കേണ്ടുന്ന ഒരു അവസ്ഥയാണ് ഉണ്ടായിരിക്കുന്നത്. MV ഗോവിന്ദൻ ഇന്നലെ AAയുടെ പേരൊക്കെ പറഞ്ഞ് ഇത് ചെയ്തെങ്കിലും പക്ഷെ അത് വിശ്വാസികൾക്ക് അത് മനസ്സിലായിട്ടുണ്ട്. കാരണം ഒരു ക്ഷേത്രത്തിന്റെ അല്ലെങ്കിൽ ഒരു പള്ളിയുടെ അല്ലെങ്കിൽ ഒരു വേറെ ഈ ക്രിസ്ത്യൻ ചർച്ചിലും മുസ്ലിം പള്ളികളിലൊക്കെ എന്താണ് ഇത്തരത്തിൽ ഇവന്മാർ പോകാത്തത്? അട്ടി കിട്ടും, അകത്തോട്ട് കയറ്റില്ല. അവരുടെ ഒരു ഇത് നടത്താനൊന്നും ഇത് ദേവസ്വം ബോർഡ് ആയതുകൊണ്ട് എന്തുമാകാം എന്നുള്ള രീതി. ശരിക്കും പറഞ്ഞാൽ ഇതൊക്കെ മാറ്റേണ്ടുന്ന കാലം അതിക്രമിച്ചു. ഈ വിശ്വാസം ഇപ്പം വെള്ളാപ്പള്ളി SNDP വെള്ളാപ്പള്ളി അപ്പൊ SNDPയിൽ കുറെ പേര് അങ്ങോട്ട് പോയി, NSSന്റെ കുറച്ച് പേര് ഇങ്ങോട്ട് വന്നു. അപ്പൊ ഇങ്ങനെ സംഘടനകൾ തമ്മിൽ ഒരു ഏകീകരണം ഇല്ലാത്തത് കൊണ്ടാണ് ഹിന്ദു ക്ഷേത്രങ്ങളിൽ ഇങ്ങനെയുള്ള പല രാഷ്ട്രീയ കോപ്രായങ്ങളും കാണേണ്ടി വന്നത്. ഹിന്ദു സമൂഹം ഒന്നിക്കേണ്ടുന്ന ഒരു കാലഘട്ടം അടുത്തിരിക്കുന്നു. ക്രിസ്ത്യൻ സമൂഹത്തിലേക്ക് എന്തുകൊണ്ടാണ് രാഷ്ട്രീയം വലിച്ചു കയറ്റാത്തത്? മുസ്ലിം സമുദായത്തിൽ എന്തുകൊണ്ടാണ് രാഷ്ട്രീയം? അവിടെ ഒരു ഏകപക്ഷീയമായ തീരുമാനമുണ്ട്. ആ ഏകപക്ഷീയമായ തീരുമാനത്തിൽ ഒരു രാഷ്ട്രീയ പ്രവർത്തകനും ആ ഒരു കാലം അങ്ങോട്ട് എടുത്തു വെക്കാൻ അവർ സമ്മതിക്കില്ല. പക്ഷെ ചരിത്രം അല്ലെങ്കിൽ നമ്മുടെ സംസ്കാരം പൈതൃകവും ഒക്കെ സനാതന ധർമ്മവുമായിട്ടും ഹിന്ദു സംരക്ഷണവുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് കിടക്കുന്നത് കൊണ്ടും കോടാനുകോടി രൂപയുടെ സ്വത്തും സമ്പാദ്യവും ഒക്കെ ഉള്ളത് കൊണ്ടുമാണ് ഇത്തരത്തിലുള്ള പ്രക്രിയകൾ നടക്കുന്നത്. അതെന്തായാലും അവിടെ നിൽക്കട്ടെ. ഏതായാലും ഇന്നിപ്പോൾ ഈ ഒരു ഈ ശബരിമല സംരക്ഷണ സംഘവും 3 സെഷനായിട്ടാണ് നടത്തുന്നത്. ഉച്ചയ്ക്ക് ശേഷം പൊതുസമ്മേളനം ഉണ്ടായിരിക്കും. പന്തളം ജ്ഞാന കൺവെൻഷൻ സെന്ററിലാണ് 10 മണിയോടുകൂടി ഇപ്പോൾ ആരംഭിച്ചിട്ടുണ്ട്. ഏതായാലും ഒരു എന്തൊക്കെയാണ് നിർണായക തീരുമാനങ്ങൾ എടുക്കുന്നത്? മറ്റിടത്ത് ശബരിപാത ഉൾപ്പെടെയുള്ള നിരവധി വികസന പ്രവർത്തനം, ഈ വികസന പദ്ധതികൾ നേരത്തെയും ഇത്തരത്തിൽ പുതുതായിട്ട് ഒന്നുമില്ല. ഇത് സെക്രട്ടേറിയറ്റിലെങ്ങാനും മന്ത്രിമാരെയൊക്കെ വിളിച്ചുകൂട്ടി അല്ലെങ്കിൽ ദേവസ്വം ബോർഡിനെ വിളിച്ചുകൂട്ടി ചർച്ച
ചർച്ച ചെയ്യാനുള്ളതിനാണ് ഈ ആഗോള സംഗമം വിളിച്ചു കൂട്ടിയിരിക്കുന്നത്. ഈ ആഗോള സംഗമത്തിൽ ഏതെങ്കിലും 2-3 രാജ്യത്തെ ഏതോ പ്രതിനിധികൾ പങ്കെടുത്തതല്ല. ഇവരെല്ലാവരും കൂടെ വിളിച്ച് അവിടെ ആ സെക്രട്ടേറിയറ്റിലെ ക്ലിഫ് ഹൗസിലോ ഇത് നടത്താവുന്നതേ ഉള്ളൂ. പക്ഷെ അതൊന്നും ചെയ്യാതെ വെറുതെ ആർഭാടമായിട്ടുള്ള AC ഒക്കെ ഇട്ടുകൊണ്ടുള്ള വലിയ രീതിയിലുള്ള ഇതൊക്കെ നടത്തിയിട്ട് 8 നില പൊട്ടുകയാണ് ചെയ്തത്. ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല. ഇപ്പോൾ സംരക്ഷണ സമിതിയും ചെയ്യുന്ന ഇത്തരത്തിലുള്ള 3 സെഷനാണ്. എങ്ങനെ ഇനി ഇതിനെയൊക്കെ പ്രതിരോധിക്കാം, അല്ലെ എന്തൊക്കെ വികസന പ്രവർത്തനങ്ങളാണ് ചെയ്യേണ്ടുന്നത്, ഒരുപക്ഷെ അയ്യപ്പന് വേണ്ടുന്ന സംരക്ഷണ കവചം ഒരുക്കുന്ന ചില ഇതാണ് നമ്മൾ കാണാനിരിക്കുന്നത്. ഒരു പക്ഷേ ശബരിപാത നമുക്ക് ഒരുപക്ഷെ യോജിക്കാൻ പറ്റുന്ന കാര്യമാണ്. പക്ഷെ മറ്റുള്ള കാര്യങ്ങൾ കാനനപാതയിലും കാനനവാസത്തിലും നിൽക്കുന്ന അയ്യപ്പൻ്റെ ആ അതൊരു പ്യൂരിറ്റി ഉണ്ട്. അതിനെതിരെ ഇടങ്കോലിടുന്ന തരത്തിൽ ടൂറിസമായിട്ട് ബന്ധപ്പെട്ടൊക്കെ കൂടുതൽ വികസനം ഉണ്ടാകുമ്പോൾ അതിൻ്റെ ബ്യൂട്ടി നഷ്ടപ്പെടുത്തും. ഒരുപക്ഷെ അത് ഭക്തർക്ക് വിശ്വാസികൾക്ക് അത് എത്രമാത്രം യോജിക്കാൻ പറ്റുമെന്നുള്ളത് ഒരുപക്ഷെ ഇന്ന് ചർച്ച ചെയ്യുന്ന എന്തൊക്കെയാണെന്നുള്ളത് നമുക്കറിയില്ല. എന്തൊക്കെ വികസന പദ്ധതികൾ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള സർക്കാരുകളുടെ ഇടപെടലുകൾ ഇതിനെ എങ്ങനെ സംരക്ഷിക്കണം എന്നൊക്കെയുള്ളത് ഒരുപക്ഷെ ഇന്ന് ഇവർ ചർച്ച ചെയ്യും. അതിന് വേണ്ടുന്ന ഇത് ചെയ്യും. സുപ്രീം കോടതി വിധിയാണ് ഒരു വല്ലാത്ത തിരിച്ചടിയായിട്ട് നിൽക്കുന്നത്. പക്ഷേ സ്ത്രീ പ്രവേശനവുമായിട്ട് ബന്ധപ്പെട്ട് ഇനി സർക്കാരിനെ ഇപ്പോൾ ആഗോള സംഗമം നടത്തിയതുകൊണ്ട് തന്നെ സംരക്ഷണ സമിതി ഇനിയിപ്പോൾ സർക്കാരിനോട് പറയാൻ സാധ്യതയുണ്ട്, നിങ്ങൾ ഞങ്ങളുടെ മേലുള്ള കേസുകൾ ഇല്ലാണ്ടാക്കണം, നിങ്ങൾ അയ്യപ്പൻ്റെ ആഗോള സംഗമം നടത്തുന്നു, അപ്പം നിങ്ങളത് തെറ്റെന്ന് പറയുമ്പോൾ വിശ്വാസത്തിനെതിരെ എന്ന് പറയുമ്പോൾ ഇപ്പോൾ അത് നിങ്ങളത് മാറ്റിയെടുക്കണം എന്നുള്ള ഒരു തീരുമാനമൊക്കെ ഒരു പക്ഷേ ഉയരാൻ സാധ്യതയുണ്ട്. പക്ഷെ മുഖ്യമന്ത്രിയും മറ്റുള്ള മന്ത്രിമാരും ഒക്കെ ആ കാര്യത്തിൽ മാത്രം മൗനമായിട്ടിരിക്കുകയാണ്. പിന്നെ ഈ പറയുന്നോണം കോപ്രായങ്ങൾ കാണിക്കാമല്ലോ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട്. ഇതിപ്പോൾ BJP നടത്തുന്ന സംരക്ഷണ ഒരുപക്ഷെ BJP ഇത് നടത്തിയിരുന്നെങ്കിൽ അമിത്ഷാ ഉൾപ്പെടെയുള്ള നിരവധി പേര് ഇന്ന് വലിയൊരു പ്രൗഢിയായിട്ട് മാറി. പക്ഷെ അവരത് നടത്തുക, അവർ പിന്തുണയുണ്ടെന്നുള്ളതേ ഉള്ളൂ. പിന്തുണയ്ക്ക് പകരം അവരുടെ നേതൃത്വത്തിലാണ് ഇത് നടത്തിയതെങ്കിൽ ഈ രീതിയിലായിരിക്കത്തില്ല, കുറച്ചുകൂടി വിപുലീകരിച്ച് ഒരുപക്ഷെ CPM-നെ കവച്ചു വെച്ച് അവർക്ക് ചെയ്യാം. പക്ഷെ അവർ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ഒരു രാഷ്ട്രീയ പ്രചരണത്തിന് താല്പര്യമില്ലാത്തത് കൊണ്ടായിരിക്കും ഇനി അതുമായി ബന്ധപ്പെട്ട് ഇതിന് ഇഷ്ടമല്ലാത്തത് കൊണ്ടായിരിക്കും. കാരണം ഇപ്പം CPM തന്നെ നടത്തുന്നു എന്നുള്ള രീതി വന്നപ്പോൾ ഒരുപാട് ശ്രീ പിണറായി വിജയൻ ഉൾപ്പെടെ അത് എതിരായിട്ടാണ് വന്നത്. ഒരുപക്ഷെ ദേവസ്വം ബോർഡ് നടത്തുന്നു എന്നുള്ള രീതി വന്നതിന് ഇത്രത്തോളം അവർ ചെയ്യേണ്ടി വന്നില്ല. പക്ഷേ ഇതിപ്പോൾ BJP-യുടെ പിന്തുണയുണ്ട് എന്നുള്ളത് മാത്രമേ ഉള്ളൂ. പന്തളം രാജകൊട്ടാരത്തിന് ഉൾപ്പെടെ നിരവധി പേര് എത്തിയിട്ടുണ്ട്. ഏതായാലും ശബരിമല സംരക്ഷണ സംഗമം ഹിറ്റായി. ആഗോള അയ്യപ്പ സംഗമം എന്തായിപ്പോയി, കൃഷ്ണേന്ദു ശബരിമല അയ്യപ്പനിലങ്ങ് ലയിച്ചിരിക്കുകയാണെന്ന് തോന്നുന്നു. ഞാൻ ആലോചിച്ച് ഇത് മാത്രമല്ല, ഇവരിപ്പോ 3 സെക്ഷനായിട്ടാണ് നടത്തുന്നത് എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ. അപ്പൊ അതില് ഇപ്പൊ ഓൾറെഡി ഇവര് കുറച്ചും പ്രധാനപ്പെട്ട ആൾക്കാരെ വിളിച്ചിട്ടുണ്ട്. ഇപ്പൊ TP സെൻകുമാർ ഒക്കെയാണ് വന്നിട്ട് ഇതിന്റെ ഒരു സെക്ഷൻ നടത്തുന്നത് എന്ന് പറയുന്നത്. അപ്പൊ കഴിഞ്ഞ ദിവസം യോഗി ആദിത്യനാഥ് അവരെ വിളിച്ചിട്ടുണ്ടായിരുന്നു. ചേച്ചി നേരത്തെ പറഞ്ഞു കുറച്ചുകൂടെ ആൾക്കാരെ വിളിച്ചിരുന്നെങ്കിൽ, യോഗി ആദിത്യനാഥിനെ വിളിച്ചിരുന്നു. പക്ഷെ അദ്ദേഹം എത്തിയില്ല. പക്ഷെ അദ്ദേഹം ഒരു ആശംസ അറിയിച്ചിട്ടുണ്ടായിരുന്നു. ആ ആശംസ ഇവിടെ അത് ഭയങ്കര അദ്ദേഹം പ്രസംഗത്തിൽ ആദ്യമേ അത് എടുത്ത് പറയുകയും ചെയ്തിട്ടുണ്ട്. കാരണം BJP ഇത് സപ്പോർട്ടല്ല, നേരിട്ടുള്ള ഒരു സപ്പോർട്ട് അല്ലെങ്കിൽ കൂടി അദ്ദേഹം ഇങ്ങനെ ഒരു ആശംസ അറിയിച്ചിട്ടുണ്ട് കേട്ടോ എന്ന് പറഞ്ഞുകൊണ്ട് ഒരു സാധനം ആദ്യമേ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഈ പറഞ്ഞ പോലെ കുറച്ചുകൂടെ ആൾക്കാർ വന്നേനെ എന്തായാലും BJP. തീർച്ചയായിട്ടും ഈ ആഗോള അയ്യപ്പ സംഗമം ശരിക്കും ഭക്തർക്ക് വിട്ടുകൊടുത്തിരുന്നെങ്കിൽ ഒരുപക്ഷെ അത് ആഗോള തലത്തിൽ തന്നെ ഒരുപക്ഷെ വലിയ രീതിയിൽ പ്രചാരണം. ഇതിപ്പം CPM-ന്റെ തന്നെ ആൾക്കാർ, CPM-ന്റെ തന്നെ ഓൺലൈൻ രജിസ്ട്രേഷനിൽ അവർ ചൂസ് ചെയ്യുന്ന ആൾക്കാർ എന്നൊക്കെയുള്ള ഒരു രീതിയിലേക്ക് വരികയും ശ്രീ പിണറായി സർക്കാർ അത് ഏറ്റെടുത്ത് വലിയ ഫ്ലെക്സ് ബോർഡൊക്കെ അടിച്ചതുകൊണ്ടാണ് ആൾക്കാർ ഒരു പക്ഷേ ഉള്ളൊരുകൂടി വരാതിരുന്നത്. ഒന്ന് ചിന്തിക്കുക, ഇങ്ങനെയൊക്കെയുള്ള ഇത്തരത്തിലുള്ള ഭക്തിയോടുള്ള അല്ലെങ്കിൽ വിശ്വാസത്തിൽ അധിഷ്ഠിതമായിട്ടുള്ള എന്ത് തന്നെ ആയിക്കോട്ടെ വികസന പ്രവർത്തനങ്ങളായാലും അതിലെങ്കിൽ ഈ ഫ്ലെക്സ് ബോർഡിൽ ഈ പറഞ്ഞ ആ മോന്തായങ്ങളൊക്കെ ഒന്ന് ചുരുക്കുക, വേണ്ടുന്നതിന് പ്രാധാന്യം കൊടുക്കുക. അവിടെ അയ്യപ്പനാണ് പ്രാധാന്യം കൊടുക്കേണ്ടത്. അപ്പൊ അയ്യപ്പനും പ്രാധാന്യം കൊടുക്കാതെ പിണറായി വിജയന്റെ വാസവന്റെയൊക്കെ മുഖം ആരെങ്കിലും കാണും. അപ്പൊ അതൊക്കെ ചെറിയ ഒരുപാട് പാളിച്ചകൾ ഇവർക്ക് വന്നിട്ടുണ്ട്. ഒരുപക്ഷെ ദാണ്ട് ഇന്ന് അവർ വലിയ കൊട്ടിഘോഷമോ ആഘോഷമോ ഒന്നും ഇല്ലാണ്ട് ശബരിമല സംരക്ഷണം എത്ര ആയിരക്കണക്കിന് ജനങ്ങളാണ് അവിടെ ഇരിക്കുന്നത്. വീഡിയോ ഇപ്പൊ കാണുമ്പോൾ ലൈവ് പോയിക്കൊണ്ടിരിക്കുന്നത്. എത്ര ഒരു AI ഒന്നുമില്ല. എത്ര ആയിരക്കണക്കിന് ആരുടെയും മൊബൈൽ സ്വിച്ച് ഓഫ് ചെയ്യാൻ പറയുന്നത്, ക്യാമറ ഓഫ് ചെയ്യാൻ പറയുന്നില്ല.
നിങ്ങൾ ലൈവായിട്ട് പോയിക്കുക. അവിടെ ഭേഷായിട്ട് ശശികല ടീച്ചർ ഉൾപ്പെടെ ഭേഷായിട്ട് കൊടുക്കുന്നുണ്ട് ആഗോള സംഗമത്തിന്. എന്തായാലും തകർത്ത് വരുന്നുണ്ട്. ഏതായാലും ശബരിമല അയ്യപ്പൻ്റെ നേരെ എന്നുതിർത്താൽ അത് തീർച്ചയായിട്ടും തിരിച്ചടി ആ ഒരു സന്നിധിയിൽ താഴെ കൊണ്ടുവന്ന് നിർത്തിക്കൊണ്ട് ക്ഷമ പറയിക്കേണ്ടുന്ന ഒരു അവസ്ഥ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് മിത്തല്ല എന്നുള്ളത്, അതിലും ചില സത്യങ്ങളുണ്ട് എന്നുള്ളത് മനസ്സിലാക്കുക. അനാവശ്യമായിട്ടുള്ള വിശ്വാസങ്ങളിലേക്ക് കൈകടത്ത്. നിങ്ങൾക്ക് വിശ്വാസമില്ലെങ്കിൽ നിങ്ങൾ എന്തിനാ അതിലേക്ക് പോകുന്നത്? നിങ്ങൾ ആ വിശ്വാസികളെ വെറുതെ വിടും. നിങ്ങൾ നിങ്ങളുടെ മറ്റുള്ള ഭരണരീതിക്ക് വേണ്ടിയിട്ട് നിങ്ങൾ സമയം കളയക്കും. നിങ്ങൾക്ക് തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് വിശ്വാസികളുടെ വോട്ട് വേണ്ട. നിങ്ങൾക്ക് ഇപ്പൊ വോട്ട് വേണം. ഇപ്പൊ ഹിന്ദു മതവിശ്വാസികളുടെ വോട്ട് വേണം. ഇപ്പൊ ഇതുവരെ വേണ്ട, ഇപ്പൊ വേണം. അപ്പൊ അതില് എന്തായാലും പാളിച്ചകൾ പറ്റിപ്പോയി. ഇനിയും പാളിച്ചകൾ വരാതിരിക്കട്ടെ. ഏതായാലും അയ്യപ്പൻ വലിയ രീതിയിൽ പ്രീതിപ്പെടുത്തിയിട്ടൊന്നുമില്ല. ഏതായാലും അയ്യപ്പന്റെ ചുറ്റും ഇപ്പൊ ആൾക്കാർ കൂടിയിരിക്കുകയാണ്, രാഷ്ട്രീയക്കാരും ഒക്കെ കൂടിയിരിക്കുന്ന ആ കാനനവാസത്തിൽ അങ്ങേര് സന്തോഷമായിട്ട് സമാധാനത്തോടെ ശാന്തിയോടെ ഇരിക്കുന്ന നിരവധി ഭക്തജനങ്ങൾക്ക് നിരവധി ആശ്വാസവും നന്മയൊക്കെ നൽകുന്ന അദ്ദേഹത്തിനെ ഇനി വെറുതെ വിടത്തില്ലേ എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്.